സ്തോത്രം. അപ്പോൾ നമ്മുടെ സ്തോത്രം തീം തന്നെ സ്തോത്രം സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ എന്ന് തന്നെയാണ്. സ്തോത്രം അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ ദൈവവുമായി നമുക്കുണ്ടാകാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവും പിതാവാം ദൈവവും പരിശുദ്ധ ആത്മാവും പുത്രനാം ക്രിസ്തു നമ്മളിലുണ്ട്. ആമേൻ. സ്തോത്രം. ആ ഉള്ള സ്തോത്രം ദൈവ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഹല്ലേലൂയ, ആ എൻകൗണ്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. അങ്ങനെ അത് തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ആ സ്തോത്രം ഈ എൻകൗണ്ടർ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അങ്ങനെ ഒരു എൻകൗണ്ടർ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം, അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതവാനാണ്, അതിശയവാനാണ്. സ്തോത്രം. കർത്താവിന് എന്തും നമ്മുടെ നടുവിൽ ചെയ്യുവാൻ കഴിയും. അനേക അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്ക് രാവിലെയും ഇപ്പോഴുമൊക്കെ കേൾക്കുവാനിടയായി തീർന്നു. ഞാൻ രാവിലെ ദിവസത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഒരു കാര്യമാണ് പ്രിയ ബിനിൽ ബ്രദർ പറഞ്ഞത്. സ്തോത്രം. കുശവൻ്റെ കാര്യം. സ്തോത്രം. നമ്മുടെ കർത്താവ് ഒരു കുശവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഉടഞ്ഞു പോയതിനെ വാർത്തെടുക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. തകർന്നു പോയതിനെ മെനഞ്ഞെടുക്കുന്നവനായ നല്ലൊരു കുശവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം ഈ ലോകത്തിലെ കുശവൻ സ്തോത്രം തൻ്റെ കയ്യിലിരുന്ന് താൻ ഒരു പാത്രം താൻ മെനഞ്ഞെടുക്കുമ്പോൾ അത് തൻ്റെ കയ്യിൽ നിന്ന് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ അതെന്ത് ചെയ്യുന്നു? അതിന് തനിക്ക് പൊതിച്ചതുപോലെ വേറൊരു പാത്രമാക്കി മാറ്റുവാൻ കഴിയും. സ്തോത്രം. എന്നാൽ ആ പാത്രം സ്തോത്രം താൻ പണിതെടുത്ത് കഴിഞ്ഞു. അതിനെ എന്താണ് അതിൻ്റേതായ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ട് പിന്നെ എന്താ പറയുക, ആ നിലയിലേക്ക് അത് ഫിക്സഡ് ആക്കപ്പെട്ടാൽ സ്തോത്രം എന്താണോ ആ കുശവൻ ആഗ്രഹിച്ചിരുന്നത് ആ നിലയിൽ ആ പാത്രം മെനയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ വലിച്ചെറിയാനേ ഉള്ളതുള്ളൂ അല്ലേ? സ്തോത്രം. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. സ്തോത്രം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഉടഞ്ഞു പോയതിനെ ഹല്ലേലൂയ ഒരു സമയം നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഒരു പാത്രമായി നമ്മൾ മാറ്റപ്പെട്ടു. സ്തോത്രം. എങ്കിലും ഏതോ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ തകർക്കപ്പെട്ടു പോയി. ആമേൻ. അങ്ങനെ തകർക്കപ്പെട്ടു പോയാലും ഉടയപ്പെട്ടു പോയാലും പിന്നെയും നമ്മളെ സ്തോത്രം വീണ്ടും ഹല്ലേലൂയ കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന് മാനമേറിയ ഹല്ലേലൂയ ഒരു പാത്രമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കും ദൈവമക്കളെ, നിങ്ങൾ ഏതെങ്കിലും ഏരിയകളിൽ ഉടയപ്പെട്ടാണ് ദിവസത്തിലായിരിക്കുന്നതെങ്കിൽ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ കുശവനാകുന്ന നല്ല കർത്താവ് ഈ ലോകത്തിലെ കുശവൻ്റെ കയ്യിലിരുന്ന് ഉടഞ്ഞു പോയാൽ സ്തോത്രം ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ അവൻ അതിനെ വീണ്ടും യോജിപ്പിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആ കുശവൻ ആഗ്രഹിച്ച പോലെ ആ ഒരു നിലവാരത്തിൽ ആ പാത്രം ഒരു സമയത്ത് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുശവൻ, ഈ ലോകത്തിൻ്റെ കുശവൻ അതിനെ നേരെയാക്കാൻ പറ്റത്തില്ല, വലിച്ചെറിയാനേ കഴിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. സ്തോത്രം. സ്തോത്രം. അവൻ അതുകൊണ്ടാണ് തിരുവചനം വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. സ്തോത്രം. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടു കൂടി ആയിരിക്കാം. നോക്കിക്കേ, നമ്മൾ പരിശുദ്ധ ആത്മാവിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ. സ്തോത്രം. അതുകൊണ്ട് ആ പരിശുദ്ധ ആത്മാവിൻ്റെ വചനങ്ങളെ, പരിശുദ്ധ ആത്മാവിനെ കുറിച്ചുള്ള ഹല്ലേലൂയ സ്തോത്രം ആ ദൈവിക മർമ്മങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ ഉറങ്ങുന്നവരായി നാം ഇരിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ഒരു സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു കയറുവാനോ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് സ്തോത്രം ആ ഒരു ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കുന്ന നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദിവസത്തിൽ പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, കാത്തിരിപ്പോടെ. കർത്താവദാസൻ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്ന ഉള്ളം. ഇപ്പോൾ ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ ഹല്ലേലൂയ ചിലത് പ്രാപിക്കും, കർത്താവിൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ചിലത് പ്രാപിക്കും ഹല്ലേലൂയ എന്നുള്ള ഒരു ഒരുക്കത്തോടെ, ഒരു മനോഭാവത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. സ്തോത്രം. നോക്കിക്കേ, നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ കഴുകനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കഴുകൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രെയർ സെക്ഷനിലൊക്കെ പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. കഴുകൻ്റെ ചിറക് എന്താണ്? സ്തോത്രം. ഒരു സമയത്ത് കഴുകൻ്റെ ചിറക് കൊഴിഞ്ഞു പോവും. എന്നാൽ സ്തോത്രം ആ കൊഴിഞ്ഞുപോയ ചിറകിനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും സ്തോത്രം നമുക്ക് ആ ചിറക് കൊഴിഞ്ഞുപോയ ആ കഴുകിനെ പിന്നെ നമ്മൾ കാണുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കാണുമ്പോൾ സ്തോത്രം പുതിയ ചിറക് വെച്ചവനായി. ഹല്ലേലൂയ. സ്തോത്രം.
കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ട ഒരു കഴുകനായിട്ടല്ല കാണുന്നത്, അല്ലേ? സ്തോത്രം, പുതിയൊരു ചിറക് വന്നവനായി, അവൻ്റെ ആ സൗന്ദര്യം, അവൻ്റെ ആ പണ്ട് കണ്ട ആ ഒരു ശരീരത്തിൻ്റെ ഷെയ്പ്പൊക്കെ മാറി ഒരു വ്യത്യസ്ത നിലയിലാണ് സ്തോത്രം ആ കഴുകനെ പിന്നെ കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ചിറക് കൊഴിഞ്ഞവനായി കണ്ട സമയത്ത് അവർ പറക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം, വളരെയേറെ ക്ഷീണിതനായി. ഹല്ലേലൂയ. ഒരു പറക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, ആ രീതിയിലായിരുന്നു ആ കഴുകനായിരുന്നത്. എന്നാൽ പുതിയ ചിറക് വന്നതിന് ശേഷം ആ കഴുകൻ പിന്നെ പറക്കുന്നത് ഹല്ലേലൂയ വ്യത്യസ്തമായ ഒരു നിലയിലാണ്. ആമേൻ. ഹല്ലേലൂയ. വ്യത്യസ്തമായ ഒരു ഹല്ലേലൂയ ഒരു ഉയരത്തിലേക്കാണ് ആ കഴുകൻ പറന്നു പോകുന്നത്. അവൻ്റെ ചിന്തയും ദീർഘവീക്ഷണവും എല്ലാം വ്യത്യസ്തമായ നിലകളിലാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ ജനത്തെ, ഹല്ലേലൂയ, യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ജനത്തെ ഹല്ലേലൂയ ദൈവം ഒരു കഴുകനെ പോലെ പുതു ചിറക് തന്ന് ഹല്ലേലൂയ ഉയരങ്ങളിൽ പറക്കുമാറാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സെക്ഷനിൽ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ വ്യത്യസ്ത നിലകളിൽ ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി ദിവസങ്ങളായിരിക്കാം. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവിന് വളരെയേറെ പ്രയോറിറ്റി നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ ദാസൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വളരെയേറെ സന്തോഷിച്ചു. കാരണം ഞാൻ ദൈവസ്ഥനിൽ രാവിലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി 2 ദിവസമായിട്ട് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേ സബ്ജക്റ്റ് തന്നെയാണ് എനിക്ക് ദൈവം തന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സബ്ജക്റ്റ് തന്നെ ദൈവത്തിൻ്റെ ദാസൻ എടുത്തത് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷമുണ്ടായി. സ്തോത്രം. അപ്പോൾ പരിശുദ്ധ ആത്മാവ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ പിതാവിൻ്റെ വാഗ്ദത്തമാകുന്ന ഈ പരിശുദ്ധ ആത്മാവിനെ നമുക്ക് പിതാവിൽ നിന്ന് വാങ്ങി തന്നത്. ആമേൻ. ഈ ഹല്ലേലൂയ ഈ സ്തോത്രം ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ സ്തോത്രം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യവും അതിൻ്റെ ഹല്ലേലൂയ ആഴങ്ങളും അതിൻ്റെ പ്രയോറിറ്റിയും എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കേട്ടു പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? നമ്മളിൽ ഉണ്ട്. പരിശുദ്ധ ആത്മാവ് നമ്മളിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇൻബിൽട്ട് ചെയ്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. സ്തോത്രം. പക്ഷേ നമ്മൾക്കത് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലോ? ഹല്ലേലൂയ. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ. നോക്കിയേ, നമ്മൾ എത്ര നാളായി സ്നാനപ്പെട്ടിട്ട്, എത്ര നാളായി ഈ കർത്താവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. നമ്മൾ കേട്ടു ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അത്ഭുതമേറിയ നമ്മളെ അതിശയകരമായി വഴി നടത്തുന്ന ഈ ഇത്രയും ശക്തമേറിയ, രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്തയേശുവിനെ സ്തോത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, അല്ലേ? ഈ ഒരു ശക്തമേറിയ ശ്രേഷ്ഠമേറിയ സ്തോത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം ഹല്ലേലൂയ നമ്മൾ ഇരിക്കുമ്പോൾ, ഈ അത്രയും വലിയൊരു സാന്നിധ്യം നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കതിനെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെയേറെ നഷ്ടമാണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി വേണം ഈ ദിവസങ്ങളിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. ഈ 5 ദിവസങ്ങളിൽ ഈ കർത്താവിൻ്റെ ഹല്ലേലൂയ ആത്മാവിനോട് ചേർന്ന് ചലിക്കുവാൻ സ്തോത്രം നമുക്കിടയായി തീരണം. അങ്ങനെ അതൊരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എനിക്കായി തീരണമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. 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 സ്തോത്രം. 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 അപ്പം നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ആത്മാവിൻ്റെ ആവശ്യകത എന്താണ്. ആമേൻ. പരിശുദ്ധ ആത്മാവിൻ്റെ ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ ആത്മാവിനെ കർത്താവ് എനിക്ക് നൽകി തന്നത്? സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം പരിശുദ്ധ ആത്മാവിൻ്റെ ആവശ്യകത എന്താണെന്ന്? സ്തോത്രം. ഹല്ലേലൂയ. ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. ദൈവത്തെ എന്ത് ചെയ്യും? എപ്പോഴും മഹത്വീകരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ, ദൈവത്തെ ഹല്ലേലൂയ ആത്മാവിൽ അനുഭവിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ ആത്മാവിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തിരുവനന്തപുരത്തിലേക്ക് നോക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ സ്തോത്രം കാണുവാൻ കഴിയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം സ്തോത്രം 8-ാം അധ്യായം 14-ാം വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവനും ആരാണ്? ദൈവമക്കളാകുന്നു. സ്തോത്രം. അപ്പോൾ നോക്കിക്കേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടം. സ്തോത്രം. അപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് ദൈവമകൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാനും നിങ്ങളും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ രാവിലെ നമ്മൾ കേട്ടു, കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ മാത്രമല്ല ഇതിൻ്റെ ഈ ശക്തിയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്തോത്രം. നമ്മളെ ജോലിയിലായിരിക്കുമ്പോൾ, നമ്മൾ പുറത്തു പോകുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ എല്ലാ നിലകളിലുമുള്ള ജീവിത സാഹചര്യങ്ങളിന്മേൽ നമ്മൾ ആയിരിക്കുമ്പോൾ അവിടെയും എന്ത് ചെയ്യണം? സ്തോത്രം. ദൈവാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ശോധന ചെയ്യണം. ആമേൻ.
ഹല്ലേലൂയ. അങ്ങനെ ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നോക്കിയിട്ട് ദൈവത്തിന് അവൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, അവൻ ദൈവ പൈതലാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വന്നിരുന്ന് സ്തോത്രം ആരാധിക്കുമ്പോൾ മാത്രമല്ല ഹല്ലേലൂയ നാം ദൈവ പൈതലായി മാറുന്നത്. ഹല്ലേലൂയ, ദൈവാത്മാവിനാൽ നാം എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം നാം ചലിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ആരാണ്? ദൈവമക്കളാണ്, ദൈവമകനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. അതുകൊണ്ട് എവിടെയൊക്കെ ആയിരുന്നാലും ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവാത്മാവിനാൽ ചലിക്കപ്പെടുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അതിന് ആദ്യം വേണ്ടത് എന്താണ്? ദൈവാത്മാവ് എന്നിലുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആമേൻ. അപ്പോൾ ദൈവാത്മാവിനെ നയിക്കപ്പെടാതെ സ്തോത്രം ലോകത്തിൻ്റെ ഇമ്പങ്ങൾ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ അവരെന്താ പറയുന്നേ? ദൈവത്തിന് എന്താ പറയുന്നേ? ജഡത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നടക്കണം. ജഡീകൻ, ലോകമനുഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴുന്നുണ്ടോ? സ്തോത്രം. ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴുന്നുണ്ടോ? വഴുതി വീഴുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദൈവാത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നയിക്കപ്പെടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയായി തീർന്നാൽ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ ജയിക്കുവാൻ, ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെ ജയിക്കുവാൻ ഹല്ലേലൂയ നമുക്കിടയായി തീരും. അങ്ങനെ നമ്മൾ ഒരു ദൈവ പൈതലാണെന്നുള്ള ഒരു ബോധ്യം നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ നമ്മൾ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മൾ കടന്നു കയറും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിളിച്ചു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. അവർക്ക് എന്തുണ്ട്? സ്വർഗരാജ്യമുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത്തെ പറഞ്ഞു തരുവാണ്. നമ്മൾ ഇതൊക്കെ കേട്ടുള്ളതാ. സ്തോത്രം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ പരിശുദ്ധ ആത്മാവിലുള്ള ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ എനിക്ക് ഈ ആത്മാവിന്റെ സാന്നിധ്യം പോരാ. ഹല്ലേലൂയ. ഇനിയും അധികമായി എനിക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കണം. അല്ലെങ്കിൽ എൻ്റെ അപ്പൻ എനിക്ക് ഇന്ന് ഈ 5 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഹല്ലേലൂയ ഈ അപ്പൻ്റെ സാന്നിധ്യം അധികമായി അനുഭവിച്ചറിയുവാൻ തക്കണം. ദൈവം എന്നെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വാഞ്ച നമുക്കുണ്ടായാൽ ദൈവാത്മാവ് നമ്മളിൽ ഹല്ലേലൂയ തൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്രവൃത്തി ആത്മാവിൻ്റെ ആ ഒരു ആഴങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിക്കുവാൻ നമുക്കിടയായിത്തീരും. ലോകത്തിൻ്റെ ഇമ്പങ്ങളെ ജയിക്കുവാൻ നമുക്കിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യത നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടില്ല എങ്കിൽ നമുക്ക് ജഡത്തിൻ്റെ സ്വഭാവത്തെ ജയിക്കാൻ കഴിയത്തില്ല, ലോകത്തിൻ്റെ ഇമ്പങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, എനിക്ക് അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ആമേൻ, ആമേൻ, ആമേൻ. പറഞ്ഞേ, എനിക്ക് എൻ്റെ അപ്പൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. സ്തോത്രം. ജഡത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഹല്ലേലൂയ ജഡത്തിന്റെ ആത്മാവിനല്ല കടക്കാരായിരിക്കുന്നത്, അല്ലേ? അങ്ങനെ കർത്താവിനെ. സ്തോത്രം. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന കർത്താവിന്റെ ആത്മാവിനാണ് നമ്മൾ കടക്കാരായിരിക്കുന്നത്. സ്തോത്രം. ആ ആത്മാവിനോടാണ് നമുക്ക് എന്തുള്ളത്? പ്രതിബദ്ധതയുള്ളത്. സ്തോത്രം. അത് നമ്മൾ തിരിച്ചറിയുക, അതിനെ നമ്മൾ ജ്വലിപ്പിക്കുക. സ്തോത്രം. ദൈവാത്മാവ് ഹല്ലേലൂയ വന്നു കഴിഞ്ഞാൽ അതെന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹത്തെ പ്രകടിപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങുന്നവരായി ഇരിക്കേണ്ടവരല്ല. സ്തോത്രം. ദൈവത്തിന് വിളിച്ചു പറയുന്നു, ഉറങ്ങുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിന്റെ ഉറക്കത്തിൽ ഉണർന്ന് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നമ്മൾ ഉറങ്ങുന്നുണ്ട്. രാവിലെ നമ്മൾ കേട്ടു, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ ആത്മാവ് ചെയ്ത വൻകാര്യങ്ങൾ എന്താണ്? സ്തോത്രം. ഈ വൻകാര്യങ്ങൾ കർത്താവ് എന്നിലും ചെയ്യുവാൻ, അല്ലെങ്കിൽ എന്നിലൂടെയും ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വസ്തനാ. ആമേൻ. ഹല്ലേലൂയ. അത് എന്നിലൂടെ നടക്കണം. അതെന്നിലൂടെ ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അപ്പാ ഈ ദിവസങ്ങളിൽ എന്നിൽ അത് നടക്കണം. ആമേൻ, 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 ആമേൻ. ആ വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. 2, ഈ പരിശുദ്ധ ആത്മാവാണ് പിതാവുമായി നമ്മളെ കണക്ട് ചെയ്യുന്നത്. ഈ പരിശുദ്ധ ആത്മാവാണ് പുത്രനാം ക്രിസ്തുവുമായി നമ്മളെ കണക്ട് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവർക്ക് യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധവും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധവുമില്ലാത്തവർക്ക് പിതാവാം ദൈവത്തിന്റെ ഒരു ഹല്ലേലൂയ സ്തോത്രം പിതാവാം ദൈവവുമായി ഒരു ബന്ധവും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത തിരിച്ചറിയുക.
അതിന് പരിപോഷിപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെ പുത്രനും പിതാവും ഒരുമിച്ച്, പുത്രനും പിതാവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ വ്യക്തിയിൽ ഹല്ലേലൂയ വാഴാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, സംതിങ് ഡിഫറെന്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കും. ആമേൻ. സംതിങ് ഡിഫറെന്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ചിലത് നടക്കണം. ആമേൻ. സ്തോത്രം. അത് ശുശ്രൂഷയിലായിക്കോട്ടെ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പല മേഖലകളുണ്ട്. സ്തോത്രം. എനിക്ക് ചിലത് ചെയ്യണം, എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അത് ആത്മീയമായിക്കോട്ടെ, ഭൗതികമായിട്ട് പല നിലകളിലും പ്രയോജനപ്പെടാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വാഞ്ചയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യത കൊടുക്കാതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. നിങ്ങൾ തിരിച്ചറിയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടാതെ, ഹല്ലേലൂയ, ഈ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല, പിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല, ഈ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നമുക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് വാല്യൂ കൊടുക്കുക. അതിൻ്റെ സ്തോത്രം വാല്യൂ വലുതാണെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയുക. ആമേൻ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനമുണ്ടാകും. ആമേൻ. സ്തോത്രം. ദൈവാത്മാവിൻ്റെ ചലനങ്ങൾ നമ്മുടെ കൂടിവരവുകളിൽ ഉണ്ടാകും. ദൈവാത്മാവിൻ്റെ ഓരോ മൂവ്മെൻറ്റിനെയും നമ്മൾ റെസ്പെക്റ്റോടെ കാണണം. പ്രൈസ് ദി ലോർഡ്. പല രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള വചനങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. സ്തോത്രം. നമ്മൾ രാവിലെ കർത്താവിൻ്റെ ദാസിൽ നിന്നാണ് കേട്ടത്, ഇപ്പോൾ എന്നിൽ നിന്ന് കേൾക്കുന്നു. വചനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. സോ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പല നിലകളിൽ, ഇപ്പോൾ നമ്മൾ എത്ര പേരുണ്ട്? 10-20 പേര് ഇവിടെ ഇരിക്കുക, 10-25 പേരോളം നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ദൈവാത്മാവ് വ്യത്യസ്ത നിലകളിൽ നമ്മൾ ഉപയോഗിക്കും, അല്ലേ? ഇവിടെ ഒരു വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ആഗ്രഹിച്ച് ദൈവസ്ഥാനിൽ കാത്തിരുന്നൊരു ദൈവവൈതൻ്റെ ജീവിതത്തിലേക്ക് അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ചലനം നടക്കും. ആമേൻ. ദൈവാത്മാവിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവും. സ്തോത്രം. ആ മൂവ്മെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വില കൊടുക്കണം, വാല്യൂ ഉള്ളതായി കാണണം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന് പറയുന്നുണ്ട്, അല്ലേ? അത് ദൈവം ക്ഷമിക്കത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ദൂഷണമൊന്നും പറയുന്നില്ല, പരിശുദ്ധാത്മാവിനെ ദൂഷണമൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നാട്ടിൽ വെളിപ്പെടുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ബഹുമാനിക്കാൻ കഴിയുന്നുണ്ടോ? ആദരിക്കാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. വ്യത്യസ്ത നിലകളിൽ ഇവിടെ ഇരിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചെന്ന് വരാം. ഓരോ മൂവ്മെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? വിലയുള്ളതായി കാണണം. ആമേൻ. വിലയുള്ളതായി കാണണം. നോക്കിക്കേ, ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഈ ലോകത്തിലേക്ക് വരാതിരുന്ന, അതായത് പെർമനന്റ് ആയിട്ട് കൊടുക്കാതിരുന്ന ഒരു സമയത്ത് ദാവീദിന്റെ കാര്യം രാവിലെ പാസ്റ്റർ പറഞ്ഞു. ഒബേദെദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവന്നപ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ, ആ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടവൻ, അവൻ രാജാവായിരുന്നു. പക്ഷേ സ്തോത്രം, അവൻ സിറ്റിയുടെ നടുവിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ഡാൻസ് ചെയ്യാൻ തുടങ്ങി, ദൈവത്തെ മഹത്വീകരിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിന് അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ അവനൊരു ഭോഷനായി മാറി. ഹല്ലേലൂയ. സ്തോത്രം. സ്വന്തം ഭാര്യ കിളിവാതിലൂടെ കണ്ടു. അവൾ വിളിച്ചു പറയുകയാണ്, ഇവന് ഇത് വല്ല കാര്യമുണ്ടോ? നീ എന്തിനാണ് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത്? പക്ഷെ നേരെ മറിച്ച് മീകളും, സ്തോത്രം, ദാവീദിനെ പോലെ ദൈവമഹത്വം കണ്ട ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ചലനങ്ങളെ, മൂവ്മെന്റുകളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആ വ്യക്തി, അവൾ അങ്ങനെ പറയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനങ്ങൾ, മൂവ്മെന്റുകൾ, സ്തോത്രം, സ്തോത്രം, നമ്മൾ തിരിച്ചറിഞ്ഞതിനെ മഹത്വം കൊടുക്കണം. സ്തോത്രം. കളിയാക്കല്ല്. സ്തോത്രം. ഹൃദയത്തിനകത്ത് പോലും ഒരു വേണ്ടാത്ത ചിന്ത പോലും കടന്നു വരരുത്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരൻ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു സഹോദരി, സ്തോത്രം, അവർ ചിലപ്പോൾ തുറന്ന ദൈവത്തെ സ്തുതിച്ചെന്ന് വരാം, അന്യഭാഷയിൽ ദൈവത്തെ മഹത്വീകരിച്ചെന്ന് വരാം, ചിലപ്പോൾ നിങ്ങളെക്കാളും നിങ്ങൾക്ക് അരോചകം ഉണ്ടാകുന്ന രീതി കൈയടിച്ചെന്ന് വരാം, നൃത്തം ചെയ്തെന്ന് വരാം. വ്യത്യസ്ത നിലകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനം ഹല്ലേലൂയ മൂവ് ചെയ്യും.
ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവർ വ്യത്യസ്ത നിലകളിൽ അവർ മൂവ് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും അന്ന് ഹല്ലേലൂയ പഴയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെ അവർ മൂവ് ചെയ്തെങ്കിൽ അതിനേക്കാൾ മൂവ് ചെയ്യാൻ തക്കവണ്ണം, അതിനേക്കാൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ ഹല്ലേലൂയ പുതിയ നിയമ കാലഘട്ടത്തിൽ സ്തോത്രം ദൈവസഭയ്ക്ക് കഴിയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവിന് ഒരു വാല്യൂം കൊടുക്കാത്ത ഒരു ദൈവ എന്താ പറയുക ഒരു ആത്മീയ ഗോളമാണ് നമ്മുടെ നടുവിലുള്ളത്. നമ്മുടെ നടുവിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന ഒരു ആത്മീയ ഗോളമുണ്ടല്ലോ. പരിശുദ്ധാത്മാവിന് ഒരു വാല്യൂം കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാകുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുക. ഹല്ലേലൂയ. എന്തിനിങ്ങനെ കൈ അടിക്കുന്നു, എന്തിനിങ്ങനെ അന്യഭാഷ പറയുന്നു, എന്തിനിങ്ങനെ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അന്യഭാഷ സംസാരിച്ച ദൈവത്തെ വിളിച്ചു അന്യഭാഷയിൽ ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. അതിനെ സ്തോത്രം കുറ്റം പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ കുറ്റം പറയാതെ ആണെങ്കിൽ പോലും പൊതുസഭയിലോ അല്ലെങ്കിൽ വേറെ അല്ലാത്ത സഭ കൂട്ടങ്ങളിലോ നമ്മൾ അതിനെ പറയുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണോ റെസ്പെക്ട് ചെയ്യുകയാണോ തിരിച്ചറിയുക. ഹല്ലേലൂയ. സ്തോത്രം. റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. ആർക്കും സ്വന്തമായിട്ട് മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയത്തില്ല കേട്ടോ. സ്തോത്രം. മൂവ്മെന്റ് ഉണ്ടാക്കുന്നവർ ലോകത്തുണ്ടാകാം, പക്ഷെ നമ്മൾ വിധിക്കാൻ പോകണ്ട. ദൈവത്തിന് പറയുമ്പോൾ വിധിക്കണ്ട. വിധിച്ചാൽ നാളെ അത് ശരിയായിരുന്നെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. വിധിച്ചാൽ അത് ശരിയായിരുന്നെങ്കിൽ നാളെ വില കൊടുക്കേണ്ടി വരും. ദൈവത്തെ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിനുള്ള വ്യാജം ദൈവം പൊറുക്കത്തില്ല. ലോകത്ത് എന്ത് ചെയ്താലും, ഏത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനോടുള്ള ദൂഷണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയിൽ വെളിപ്പെട്ടത് ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട അവനെ ശക്തീകരിക്കാനാ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വെളിപ്പെടുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസ്ഥ കണ്ടിട്ട് അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ അവരെ ബലപ്പെടുത്തി അവരെ ഹല്ലേലൂയ സ്തോത്രം എഴുന്നേൽപ്പിക്കാനാ, അവനെ ആരോഗ്യമുള്ളവനാക്കി മാറ്റാനാ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നേ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വിധിക്കാൻ നിൽക്കണ്ട. റെസ്പെക്ട് ചെയ്യുക. നൃത്തം ചെയ്തോട്ടെ, നീ അതിന്റെ കൂടെ ചേർന്ന് ആരാധിക്ക്. അതിനൊരു പാർട്ടേക്കറായി നീ മാറ്. സ്തോത്രം. അവനിൽ വ്യാപരിച്ച ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു അളവ് നിന്നിലേക്ക് കടന്നു വരും. നമ്മൾ കേട്ടിട്ടില്ലേ, ഹല്ലേലൂയ, ഏലിയാവിന്റെ കൂടെ നടന്ന ഏലീശയ്ക്ക് അതിന് ഇരട്ടി പങ്ക് ലഭിച്ചെന്ന്. ഹല്ലേലൂയ. ഏലിയാവിന്റെ കൂടെ നടന്ന ഏലീശയ്ക്ക് ഇരട്ടി പങ്ക് ലഭിച്ചെങ്കിൽ, ആ പഴയ നിയമ കാലഘട്ടത്തിൽ അത് ലഭിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇവിടെ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കൂടി വന്നിരിക്കുന്ന ദൈവത്തിലെ നിനക്ക് എത്ര അധികം ലഭിക്കും. അത് പകർന്നു തരാനാ എൻ്റെ അപ്പന്റെ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുക, നമ്മളിലുണ്ട്. പക്ഷെ തിരിച്ചറിയ നിന്നിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം, നിന്റെ കൂട്ട് സഹോദരനിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം, നിന്റെ കൂട്ട് സഹോദരിയിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം നീ തിരിച്ചറിഞ്ഞ് ബഹുമാനിച്ച് ആദരവോടെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കുക. നീ അതിന്റെ പാർട്ടേക്കറായി മാറ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നീ ആഗ്രഹിക്കുന്ന നിലയിൽ സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ഈ ദിവസങ്ങളിൽ മാറാൻ കഴിഞ്ഞില്ലെങ്കിലും സ്തോത്രം, നീ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ചേർന്ന് ചലിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നിന്നെ അങ്ങനെ ആക്കി മാറ്റാൻ പോവുക. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പറയാൻ കഴിയത്തില്ലേ? മൈക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ പല ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ആകാൻ കഴിയുന്നില്ല. സ്തോത്രം. രാവിലെ കേട്ടു, ഒന്ന് തീരുമാനമെടുത്തേ. അപ്പൊ ഇന്ന് മുതൽ ഞാൻ ഒരു തീരുമാനം എടുക്കുകയാ. സ്തോത്രം. വ്യത്യാസം കാണാൻ കഴിയും. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ മൂവ്മെന്റുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ചലിക്കാൻ വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കി മാറ്റും. സ്തോത്രം. നിങ്ങൾ ചലിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ ലോകം പറയും, ഇവ എന്ത് പൊട്ടനാടാ, ഇവ എന്ത് പോഷനാടാ. ദൈവത്തിന് വിളിച്ചു പറയുന്നു, ലോകത്തിന്റെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ട ദൈവം എന്ത് ചെയ്തു? പോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലഹീനമായതിനെ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കേണ്ടത് ദൈവം എന്ത് ചെയ്തു? ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നീ ബലഹീന പാത്രമാ. സ്തോത്രം. നീ ലോകത്തിന്റെ ജ്ഞാനത്തെ വെച്ച് നോക്കുമ്പോൾ നിനക്കൊരു ജ്ഞാനവുമില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് ചലിക്കാൻ, ഒരു ഭോഷനായി മാറാൻ, ഈ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭോഷനായി മാറാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മളെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യത്യസ്ത മേഖലകളിൽ, ഹല്ലേലൂയ, കുടുംബ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ജോലി മേഖലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരു ശക്തനായ ഒരു അഭിഷിക്തനെ പോലെ ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മാവ് നമ്മളെ ഉപയോഗിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് റെസ്പെക്ട് ഹല്ലേലൂയ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിന്റെ മൂവ്മെന്റുകളെ തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, സ്തോത്രം, വിശ്വാസം എങ്ങനെ വരുന്നേ? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. സ്തോത്രം. അപ്പൊ നമ്മൾ റെസ്പെക്ട് ചെയ്യാത്ത വാക്കുകളെ പറഞ്ഞാലോ? ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കുന്നവൻ എന്ത് ചെയ്യും? വിശ്വാസം ഉണ്ടാവോ? കേൾക്കുന്നവൻ വിശ്വാസം ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പോ റെസ്പെക്ട് ചെയ്യുന്ന, ആദരവ് കൊടുക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ ഒരു ദൈവവൈദ്യന്റെ ചെവിയിലേക്ക് കയറി ചെല്ലുന്ന ആ വാക്കുകൾ അവനെ ബലപ്പെടുത്തുകയാണ്, അവനെ ശക്തീകരിക്കുകയാണ്. അവന് ദൈവത്തോട്, ഈ കർത്താവിനോടുള്ള ഹല്ലേലൂയ അധികമായ വാഞ്ചയും ഹല്ലേലൂയ സ്നേഹവും അവനിൽ വർദ്ധിച്ചു വരികയാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ സഭയിൽ ഇപ്പൊ നമ്മുടെ കുടുംബമാണല്ലോ, നമ്മളിൽ എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാല്ലേ, നമ്മൾ മനസ്സിലാക്കണം, വചന പഠനം ഒരുമിച്ച് പഠിച്ചു പോകുക എന്നുള്ളത്. നമ്മൾ എത്ര പേരുണ്ട് ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ആരാധിക്കുന്നത് നല്ല ശക്തമായ നിലയിൽ? ദൈവത്തിന് എന്താ പറയുന്നത്? പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബഹുമാനത്തോടെ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. പരിശുദ്ധാത്മ വെളിപ്പെടുമ്പോൾ അങ്ങനെ മറന്ന് ആരാധിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇന്ന് തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ ആരാധിക്കും, ഞാൻ മഹത്വീകരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ അങ്ങയെ സ്തുതിക്കും. ഹല്ലേലൂയ. അങ്ങനെ മഹത്വീകരിക്കുമ്പോൾ, അങ്ങനെ സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുക. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയെ മഹത്വീകരിക്കാതിരിക്കുമ്പോൾ, അങ്ങനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാ പറയുന്നെങ്കിൽ എന്ത് ചെയ്യും? അവൻ നാളെ കൈയടിക്കുമോ? അവൻ നാളെ അന്യഭാഷ പറയോ? അവന്റെ വാക്കിനകത്ത് ദൈവാത്മാവ് ശക്തമേറിയ നിലയിൽ അവനെ ഉപയോഗിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ അവന്റെ ഉള്ളിൽ എന്ത് വരിക? ആ വ്യക്തിയുടെ ജീവിതം എന്ത് വരുന്നേ? വേണോ വേണ്ടേ, വേണോ വേണ്ടേ, രണ്ട് ചിന്ത വരും. ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവം അടുത്തിരിക്കുക. അവന്റെ ഹൃദയത്തിലും വരും, ഞാൻ ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഇത് ശരിയാണോ, എങ്ങനെയാണോ എന്നൊരു രണ്ട് ചിന്ത വരും. ഒരിക്കലും വളർച്ച ഉണ്ടാകത്തില്ല, മുരടിച്ചു പോകത്തേ ഉള്ളൂ അവിടെ ഇരുന്നു. എന്നാൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയുക, മനുഷ്യരെ നോക്കണ്ട. സ്തോത്രം. ദൈവാത്മാവ് ചലിക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുത്തോ, ആരാധിച്ചോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില എൻകൗണ്ടറുകൾ ദൈവാത്മാവുമായി, ഹല്ലേലൂയ, പുത്രനാം ക്രിസ്തുവുമായി, പരിശുദ്ധാത്മാവാം ഹല്ലേലൂയ ദൈവവുമായി, പിതാവാം ദൈവവുമായി നമുക്കുണ്ടാകാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് വ്യത്യാസം ഉണ്ടാകാൻ പോവാണ്. സ്പിരിച്വൽ ഗ്രോത്തിന്റെ അവസ്ഥ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ ഇരിക്കും, ചറഞ്ഞ് വരുന്നുണ്ട്, കൈയടിക്കുന്നു, ചറഞ്ഞ് ഇങ്ങനെ കിടക്കാം. സ്തോത്രം. ഇന്ന് തീരുമാനമെടുക്കണം, കർത്താവ് 5 ദിവസം ഞാൻ കർത്താവ് ഇരിക്കുക, എനിക്ക് വ്യത്യാസം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഞാൻ ചലിക്കാൻ പോകുകയപ്പാ. സ്തോത്രം, സ്തോത്രം. എല്ലാ മേഖലകളിലും ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, ഞാൻ ജോലിയിലിരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചലിക്കാൻ പോകുകയാ. ശരമന ഹതുരാധിക. ഹല്ലേലൂയ. രാവിലെ നമ്മൾ കേട്ട് അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ചില റിസൾട്ടുകൾ നമ്മൾ കാണുമെന്ന്. ആമേൻ. വരുന്ന 3 മാസങ്ങൾക്കുള്ളിൽ ചില റിസൾട്ട് നമ്മൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചില വ്യത്യാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ദൈവാത്മാവ് നിങ്ങളോട് ആലോചന പറയുക. അത് നടക്കും. ആമേൻ. തീരുമാനമെടുത്ത് ചലിക്കാൻ തുടങ്ങും. തീരുമാനമെടുത്ത് ചലിക്കാൻ തുടങ്ങ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 9 വരെ.
അല്ല കിട്ടിയോ? അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വായിച്ചോ 9 വരെ. Yes. Amen. Amen. ലാസ്റ്റ് വാക്യം 9 കൂടെ. നോക്കി, ഞാനിത് 3-4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു നൈറ്റ് പ്രയറിൽ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയായിരുന്നു. ഇവിടെ നോക്കിക്കേ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ ലാസ്റ്റ് വാക്യം 9-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ പറയുന്നു, ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്ത് ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആരാ കാഴ്ചയ്ക്ക് മറന്നേ? നിങ്ങളുണ്ടോ നോക്കട്ടെ. യേശു. ഇന്ന് ഡിസംബർ 25 എല്ലാവരും യേശുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുക. യേശുവിനെ കുറിച്ച് ചോദിച്ചാൽ പലർക്കും പലതും പറയാനുണ്ട് അല്ലേ? യേശു ലോകരക്ഷകനായി ലോകത്തിലേക്ക് വന്നു, ഇവിടെ 33.5 വർഷക്കാലം ജീവിച്ചിരുന്നു, മരിച്ചു, ഉയർത്തു, കർത്താവ് വരുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത നിലകളിൽ ആൾക്കാർക്ക് അവരുടെ കയ്യിൽ മൈക്ക് കൊടുത്ത് അവർക്ക് പറയുവാൻ കഴിയും. എന്നാൽ യേശുവിനെ വാസ്തവമായി അനുഭവിച്ചറിയണമെങ്കിൽ നമുക്കെന്ത് വേണം? ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഈ രീതിയിലുള്ള വാഗ്ദത്തങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ നിയമ കാലഘട്ടത്തിലെ സഭയ്ക്ക് കാഴ്ചയ്ക്ക് മറഞ്ഞ യേശുവിനെ വെളിപ്പെടണമെങ്കിൽ, കാണണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ആമേൻ. നമ്മളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. ഈ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെച്ച് ഹല്ലേലൂയ നമുക്ക് കർത്താവിനെ അറിയേണ്ട നിലവാരത്തിൽ അറിയാൻ കഴിയത്തില്ല. ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു കാഴ്ചയ്ക്ക് മറഞ്ഞ കർത്താവിനെ. ആമേൻ. മേഘത്തിൽ മറഞ്ഞ കർത്താവിനെ. സ്തോത്രം. ഈ ലോകത്തോട് ചോദിച്ചാൽ യേശു ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പലർക്കും പറയാൻ കഴിയും. സ്തോത്രം. എന്നാൽ ഈ കർത്താവിനോടുള്ള കർത്താവുമായിട്ടുള്ള അനുഭവം, സ്തോത്രം, കർത്താവ് എനിക്ക് വേണ്ടി എന്തു ചെയ്തിരിക്കുന്നു എന്നതിന്റെ തിരിച്ചറിവ് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടണം. പരിശുദ്ധാത്മാവിനെ നാം മൂവ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. മറയപ്പെട്ട യേശു, ഹല്ലേലൂയ, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ആമേൻ. സ്തോത്രം. അവൻ സ്വർഗാരോഹണം ചെയ്ത് എങ്ങോട്ടാ പോയേ? ഒരു മേഘത്തിലേക്ക് മറയപ്പെട്ടു. മേഘത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ തിരുവചനത്തിൽ മേഘത്തെക്കുറിച്ച് കാണിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടാണ്. സ്തോത്രം. പഴയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപും പിൻപുമായി പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവത്തിൻ്റെ മേഘം സാന്നിധ്യം സഞ്ചരിച്ചു പോയിക്കൊണ്ടിരുന്നു, അവർക്ക് വഴി കാട്ടേണ്ടതിന്. സോ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ വെളിപ്പെട്ടു? മേഘത്തിൽ വെളിപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പല പുസ്തകങ്ങളിലായി, പല റെഫറൻസുകളായി നമുക്ക് കാണുവാൻ കഴിയും.
ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവജനത്തിന്, മോശയ്ക്ക്, അഹരോന് വെളിപ്പെട്ടത് മേഘത്തിലാണ്. മേഘത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരിടത്ത് കാണാൻ ഒരു ഏരിയയിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 16:10 ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. അഹരോൻ ദൈവജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനം തിരിഞ്ഞു നോക്കി. മരുഭൂമിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം മേഘത്തിൽ വെളിപ്പെടുന്നത് അവർ കണ്ടു. സ്തോത്രം. അന്ന് അവർക്ക് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം മേഘം പോലെ കാണാൻ കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇന്ന് കാണാൻ കഴിയുന്നില്ല. അന്ന് അവർ കണ്ടു, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഒരു ലീഡ് അവർക്കില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യില്ല? സ്തോത്രം. ആ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിന്റെ പ്രാധാന്യതയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ആമേൻ. മോശ മലയിലേക്ക് കയറിപ്പോയപ്പോൾ ആ മലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം മേഘരൂപത്തിൽ വന്നു. സ്തോത്രം. മോശയോട് ദൈവം സംസാരിച്ചത് മേഘത്തിൽ ഇറങ്ങി തൻ്റെ നാമത്തെ ഘോഷിച്ചതായി ദൈവത്തിന് വനത്തിൽ കാണാൻ കഴിയുന്നു. അർത്ഥാൽ മേഘത്തിൽ എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു സ്തോത്രം നിലയിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കാണുന്ന മേഘമല്ല കേട്ടോ. സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം മേഘരൂപത്തിൽ വെളിപ്പെട്ടു. സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സമാഗമന കൂടാരത്തിന് ചുറ്റും ദൈവത്തിൻ്റെ തേജസ് മേഘരൂപത്തിൽ വെളിപ്പെട്ടു. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ശുശ്രൂഷിക്കുവാൻ വന്ന ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ പോലും കഴിയാതെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെന്നാ പറഞ്ഞേ. നിൽക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം മേഘരൂപത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഇന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ? നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാൽ വെളിപ്പെടുമ്പോഴാണ് അവനെ ശക്തനായ നിലയിൽ അവനെ നിർത്തുന്നത്. അന്ന് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ച അവർക്ക് ലഭിച്ചിരുന്നില്ല. അവർക്ക് അവിടെ നിൽക്കാനും കഴിഞ്ഞില്ല. പലപ്പോഴും ഭയന്ന് ഓടുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായി. ആമേൻ. സ്തോത്രം. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, മേഘത്തിൽ മറഞ്ഞ യേശു ക്രിസ്തുവിനെ, കാഴ്ചയ്ക്ക് മറഞ്ഞ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിലേക്ക് നമ്മളൊന്ന് ഹല്ലേലൂയ സ്തോത്രം ചലിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിലൂടെ ഹല്ലേലൂയ സ്തോത്രം ആത്മീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മേഘത്തിൽ മറഞ്ഞ യേശുവിനെ, ദൈവ സാന്നിധ്യത്തിൽ മറഞ്ഞ യേശുവിനെ, പിതാവിന്റെ സാന്നിധ്യത്തിൽ മറഞ്ഞ യേശുവിനെ, സ്തോത്രം. യേശു ലോകത്തിൽ വന്നു, പിതാവിനോട് പ്രാർത്ഥിച്ചു, ഈ ലോകത്തിൽ നമ്മോടൊപ്പമായിരുന്നു. സ്തോത്രം. എല്ലാ നിലകളിലും ഒരു മനുഷ്യനായിട്ടാണ് താമസിച്ചത്. എന്നാൽ സ്വർഗാരോഹണം ചെയ്ത് താൻ കയറി ചെന്നത് എങ്ങോട്ടാ? ഏത് മേഘത്തിലോട്ടാ? പിതാവിന്റെ സാന്നിധ്യത്തിലേക്ക്. പിതാവിന്റെ സാന്നിധ്യത്തിൽ മറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. യേശു ഭൂമിയിൽ ഇരുന്നപ്പോൾ നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തത്തെ കൊടുക്കുന്നത്. പിതാവിന്റെ വാഗ്ദത്തം, ആ വാഗ്ദത്തത്തെ താൻ ഒന്നും കൂടെ ഒന്ന് ഓർപ്പിച്ചുണർത്തുന്നു. നമുക്ക് വേഗത്തിൽ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സ്തോത്രം. അപ്പം യേശു ക്രിസ്തു ഇവിടെ നമുക്ക് വാഗ്ദത്തം തരികയാണ്. ഞാൻ പോയാൽ നിങ്ങളോടൊപ്പം കൂടെ ഇരിക്കുവാൻ വേണ്ടി എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ. സ്തോത്രം. കുറച്ച് നേരത്തേക്കല്ല, ദിവസത്തിൽ വന്നിരുന്ന് ആരാധിക്കുമ്പം ഒരു ഹല്ലേലൂയ സ്തോത്രം ഉണ്ടാകുന്ന ആ സാന്നിധ്യത്തിന് നടുവിൽ വെളിപ്പെടുന്ന ആ ഒരു അനുഭവമല്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, റോഡിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്തോത്രം ആ നഷ്ടപ്പെടുന്ന ഒന്നല്ല, എന്നേക്കും കൂടെ ഇരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറയുന്നു ഹല്ലേലൂയ, അത് ഞാൻ നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനവർക്ക് ലഭിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എനിക്ക് വളരെ ഈ
വചന പാണ്ഡിത്യമൊന്നുമില്ല, ഞാൻ എൻ്റെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പം ഇവിടെ പറയുന്നു, ലോകത്തിന് അവനെ കാണാൻ കഴിയത്തില്ല, ലോകർക്ക് അവനെ പ്രാപിക്കാൻ കഴിയത്തില്ല. ആർക്ക് പ്രാപിക്കാൻ പറ്റും? നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. സ്തോത്രം, സ്തോത്രം. അങ്ങനെ യേശുവിനാൽ ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ, സ്തോത്രം, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവം തന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. എന്തിനാ? എന്നേക്ക് കൂടെ ഇരിക്കാൻ, സകല സത്യത്തിലും വഴി നടത്താൻ. സ്തോത്രം. ഈ ലോകത്തിന്റെ ഇൻപങ്ങളിലേക്ക്, ഈ ലോകത്തിന്റെ സ്തോത്രം മായയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിനോട് ചേർന്ന് ജീവിച്ച് നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു പോകാതിരിപ്പാൻ, നമ്മളെ നേരായ പാതയിൽ നടത്താൻ യേശു പറഞ്ഞില്ലേ, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവർക്കുള്ളതെന്ന്. എന്താ? ഈ ആത്മാവിനെ പ്രാപിച്ച് നീ നടന്നാൽ ഈ ലോകത്തിനോട് നീ അനുരൂപനാകാതെ നീ സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലുമെന്ന്. ഹല്ലേലൂയ. അതിനുവേണ്ടി നീ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന നാൾ വരെ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്ന നാൾ വരെ, സ്തോത്രം, നാൾ വരെ എന്നോട് കൂടെ നടന്ന് എന്നെ പിതാവിൻ്റെ ഹിതത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന കാര്യസ്ഥൻ. ആമേൻ. കാര്യസ്ഥന് വില കൊടുക്കണം, കാര്യസ്ഥനെ മാനിക്കണം, കാര്യസ്ഥന്റെ ചലനങ്ങളെ ഹല്ലേലൂയ എന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കണം. ആമേൻ. ഈ ലോകത്തിന് അവനെ തിരിച്ചറിയാൻ കഴിയത്തില്ല, ഈ ലോകക്കാർക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ യേശുക്രിസ്തു രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതലിന് അവനെ തിരിച്ചറിയാൻ കഴിയും. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഈ വചനങ്ങളെ നിങ്ങൾ കേൾക്കുമ്പോൾ എന്നിൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധ ആത്മാവിനെ, സ്തോത്രം, നമ്മിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധ ആത്മാവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. തിരുവചനം വിളിച്ചു പറയുന്നു, നിങ്ങൾക്കേ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിന് തിരിച്ചറിയാൻ കഴിയത്തില്ല. ആമേൻ. പിന്നെയും കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കേട്ടോ, ഞാൻ നിങ്ങളെ ഓർഫനായി വിടത്തില്ലെന്ന്, അനാഥനായി വിടത്തില്ലെന്ന്. സ്തോത്രം. അപ്പോ എന്തിനാ പരിശുദ്ധാത്മാവിനെ തന്നേ? എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള സങ്കടമല്ലേ, ഞാൻ ഒറ്റയ്ക്കാണ്, നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല, നമ്മളെ ആരും സംരക്ഷിക്കുന്നില്ല, നമ്മളെ ആരും കരുതുന്നില്ല. മറുപടി അതാ നടക്കുന്നു. സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കുമെന്ന് അല്ലെങ്കിൽ എന്നെ കരുതുമെന്ന് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നവർ നമ്മളെ ഹല്ലേലൂയ സ്നേഹിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ വളരെയേറെ വേദന അനുഭവിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കൂടെ നടക്കുന്ന ഈ കാര്യസ്ഥനെ, ഈ ഹല്ലേലൂയ കൂട്ടുകാരനെ, ഈ സ്നേഹിതനെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇങ്ങനെ ഉണ്ടാകും. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകും. ഞാൻ ഈ കഷ്ടതയൊക്കെ ജയിച്ചിട്ട് എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, നിങ്ങൾ വേദന അനുഭവിക്കുമ്പോൾ, നിങ്ങൾ നീറുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ, സമ്മർദ്ദങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോകുമ്പോൾ, നിന്നെയും എന്നെയും ബലപ്പെടുത്തുവാൻ ഈ കാര്യസ്ഥൻ കൂടെ ഉണ്ടെന്ന്. അനാഥനല്ല. കൂട്ടുസഹോദരൻ മാറാം, കൂട്ടുസഹോദരി മാറാം, ഭാര്യയോ ഭർത്താവോ മക്കളൊക്കെ മാറിയെന്ന് വരാം. പക്ഷേ ഈ കാര്യസ്ഥൻ മാറത്തില്ല കേട്ടോ. ഈ കാര്യസ്ഥനോട് ചേർന്ന് ചലിക്കാൻ തുടങ്ങിയാൽ, ഈ കാര്യസ്ഥനോട് ഒത്ത് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ, സ്വർഗത്തിലെ ആത്മീയ സന്തോഷം കൊണ്ട് നമ്മൾ നിറയപ്പെടും. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു വേദന ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സഹോദരൻ പറഞ്ഞു 2 പ്രാവശ്യം മിസ്കാരേജ് ആയി. സ്തോത്രം. ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. ഇന്ന് സന്തോഷത്തോടെ ദിവസം എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. പല വേദനകളിലൂടെ കടന്നുപോയെങ്കിലും സ്തോത്രം, ദൈവത്തിന്റെ കാര്യസ്ഥൻ അവരെ ഹല്ലേലൂയ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതനെ പോലെ ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ കാര്യസ്ഥൻ ഇതാ തന്നെയും തന്റെ കുടുംബത്തെയും, സ്തോത്രം, തങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഭാരപ്പെട്ട ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ അവരെ ബലപ്പെടുത്തി നയിച്ചു. ആമേൻ. പ്രിയരെ, പരിശുദ്ധാത്മാവിനോടുള്ള ജീവിതം സംതിങ് സ്പെഷ്യലാണ്. അത് അനുഭവിച്ചറിയുന്നവർക്കേ പറ്റത്തുള്ളൂ. ഞാൻ ഒരുപാട് അനുഭവിച്ചെന്നല്ല ഞാൻ പറഞ്ഞു തന്നെ, ഞാൻ അതിൻ്റെ ഒരു ശകലേ അനുഭവിച്ചിട്ടുള്ളൂ. ഞാൻ അനുഭവിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് തീരുമാനമെടുക്കാമോ? ഇവിടെ ഇരിക്കാൻ നിങ്ങളൊരു തീരുമാനമെടുക്കാമോ? കർത്താവേ, നിന്റെ ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജയകരമായ ജീവിതം നയിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുക. ഈ 5 ദിവസം കഴിയുമ്പോൾ, ഈ പുതിയ വർഷത്തിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ,
അപ്പാ നിന്റെ ആത്മാവിനെ ഒത്ത് ചലിച്ചുകൊണ്ട്, ആത്മാവിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ഞാൻ ചലിക്കാൻ പോവുക. വ്യത്യാസം കാണാൻ കഴിയും, സഭയ്ക്കകത്ത് വ്യത്യാസം കാണാൻ കഴിയും. സ്തോത്രം, 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 സ്തോത്രം. സഭയ്ക്കകത്ത് ഹല്ലേലൂയ, കുടുംബ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കാണാൻ കഴിയും. ഞാനൊരു കാര്യം തുറന്നു പറയാം, നമ്മളെല്ലാവരും, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മളെല്ലാവരും ദിവസത്തിന് വന്ന് വചനം കേൾക്കും, പ്രാർത്ഥിക്കും, പോവും. അത് കഴിയുമ്പം അല്ലേ, വചനത്തെ അത് വാക്കുണ്ടല്ലോ, അനുസരിക്കുക, ദൈവത്തെ വരെ കേൾക്കാതെ ഇരിക്കുന്നവരുടെ നടുവിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു പോകുമ്പോൾ പൊടി തട്ടിയിട്ട് പോകണമെന്ന് പറയണേ, കേട്ടല്ലേ നിങ്ങൾ? അതേ അവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലായിരുന്നു. നമ്മൾ വചനം കേൾക്കും, തിരിച്ചു പോകുമ്പോൾ ചർച്ചിൻ്റെ വെളിയിൽ പൊടി തട്ടിയെന്ന പോലെ വചനം അവിടെ ഇട്ടിട്ട് പോകും, ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇട്ടിട്ട് പോകും. തിരിച്ച് പോകുമ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കും. കാണുന്നവരോട് അവൻ ദൈവ വൈദ്യനാണോ, ദൈവികനാണോ, ആത്മീകനാണോ, ഡസൻറ്റ് മാറ്റർ. അവൻ സംസാരിക്കുന്നതനുസരിച്ച് നമ്മൾ സംസാരിക്കും. പല നിലകളിൽ നമ്മൾ നമ്മളെ തന്നെ ഉപയോഗിക്കും. സ്തോത്രം. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമുക്ക് വീണ്ടും നമ്മൾ ഇതേ പരിപാടി നടത്തും. സ്തോത്രം. അതുകൊണ്ടാണ് റിസൾട്ട് കാണാൻ പറ്റാത്തത്. ഞാൻ ഇന്ന് പകൽക്കാല ദിവസം സമ്മതിക്കുക, എന്നിൽ റിസൾട്ട് കാണാതിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. റിസൾട്ട് ഉണ്ടാകണമോ? ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വ്യത്യാസം എന്നിൽ നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്തോത്രം. തീരുമാനമെടുത്ത് പരിശുദ്ധാത്മാവിനോടൊപ്പം ചേർന്ന് ചലിക്ക്. യേശുവും പിതാവും വന്ന് വാണ് ഹല്ലേലൂയ അവൻ്റെ പ്രവർത്തികളെ ചെയ്യുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ജീവിക്കുന്ന സാക്ഷിയായി നമുക്ക് നിൽക്കാൻ കഴിയും. ലോകം അത് കണ്ട് ഈ കർത്താവിലേക്ക് കടന്നു വരും. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ സമയം അതിക്രമിച്ചു. കുറച്ച് കാര്യങ്ങളോട് കൂടെ പറയാണ്ട്, വലിയ സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പം ഞാൻ നിർത്തുകയാണ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കി നമുക്ക് നാളെയോ അല്ലെങ്കിൽ ഒരു ദിവസങ്ങളോ എടുക്കാം. പരിശുദ്ധാത്മാവോടൊത്ത് ചലിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ കേട്ടു പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം എന്താണ് തിരിച്ചറിയുക. എന്തിനാണ് കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങളെ മനസ്സിലാക്കി റെസ്പെക്റ്റ് ചെയ്യുക. സ്തോത്രം. ദൈവം എനിക്ക് തന്നത് നല്ലൊരു കാര്യസ്ഥനെയാണ്, നല്ലൊരു സ്നേഹിതനെയാണ്. ആ സ്നേഹിതനെ എനിക്ക് തന്നത്, ആ ആത്മാവിനെ എനിക്ക് തന്നത് വെറുതെ അല്ല. ആ സ്വർഗരാജ്യത്തിൽ ഞാൻ ചേരും വരെയും കറ കൂടാതെ, മാലിന്യം കൂടാതെ, വാട്ടമില്ലാതെ, കോട്ടമില്ലാതെ, ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽപ്പെട്ട് അശുദ്ധനായി തീർന്നിട്ട് ദൈവിക പദ്ധതിയിൽ നിന്ന് ക്രിസ്തേശുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിൻ്റെ, അല്ലെങ്കിൽ ആ ശ്രേഷ്ഠകരമേറിയ ശുശ്രൂഷയുടെ സ്തോത്രം പ്രാധാന്യം പോലും നഷ്ടപ്പെടുത്തുന്ന നിലയിൽ നമ്മൾ മാറിപ്പോയിട്ട് നരകയോഗ്യരായി തീരാനല്ല. എന്തിനു വേണ്ടിയാണ് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത്? എന്നെ വീണ്ടെടുത്ത് പിതാവിൽ ഞാൻ എങ്ങനെ ആയിരുന്നോ, ക്രിസ്തുവിൽ ഞാൻ എങ്ങനെ ആയിരുന്നോ, അങ്ങനെ എന്നെ മടക്കിക്കൊണ്ടുവന്ന് പിതാവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ഇത് ചെയ്തത്. സ്തോത്രം. അങ്ങനെ എനിക്ക് വീണ്ടും കർത്താവിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഈ കാര്യത്തിനോടൊപ്പം ചേർന്ന് നമ്മൾ ചലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു തീരുമാനം ഇന്ന് പകൽക്കാലം നമുക്ക് എടുക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ തീരുമാനിക്കുകയപ്പാ, പരിശുദ്ധാത്മാവിൻ്റെ ഓരോ മൂവ്മെൻറ്റുകളെയും ഞാൻ വിലയുള്ളതായി കാണുന്നു. സ്തോത്രം. ഞാൻ വില കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ചിലർ കൂടി ഇതിന് വില കൊടുക്കും. ഹല്ലേലൂയ. ചിലരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകും. ഹല്ലേലൂയ. എൻ്റെ കൂട്ടവയവങ്ങളായിരിക്കുന്ന ശരീരങ്ങൾ, ഹല്ലേലൂയ സഭയുടെ സ്തോത്രം ശരീരമായിരിക്കുന്ന മറ്റവയവങ്ങളും ഇതിനോട് ചേർന്ന് വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവർക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും. സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കാം. Miriam
കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സന്നിധിയിൽ. കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സന്നിധിയിൽ. മുഖാമുഖം Asne kara sparsha